സജിത് അന്ത്യമായിട്ട് താങ്കളുടെ ഒബ്ജക്ഷൻ എന്താണ്? ഗബ്രിയൽ ഗാർസിയ മാർക്കസിന്റെ ഒരു പുസ്തകമുണ്ട്, ക്രോണിക്കിൾ ഓഫ് എ ഡെത്ത് ഫോർടോൾഡ്, പ്രവചിക്കപ്പെട്ട ഒരു മരണത്തിന്റെ പുരാവൃത്തം. ഈ കേസ് ഒരു പുസ്തകമോ നോവലോ സിനിമയോ ഒക്കെ ആക്കിയാൽ ഇടാൻ പറ്റുന്ന പേരും അതാണ്, പ്രവചിക്കപ്പെട്ട ഒരു വിധിയുടെ പുരാവൃത്തം. കാരണം ഈ വിധി എല്ലാവർക്കും ഇങ്ങനെ ആവുമെന്ന് അറിയായിരുന്നു, ഇത് പ്രവചിക്കപ്പെട്ട ഒരു വിധിയാണ്. അപ്പോ ഇവിടെ അഭിഭാഷകർ ഈ കേസിൽ കൃത്യമായി മെറ്റിക്കുലസ് ആയി മെറ്റീരിയൽസ് പഠിച്ച അഭിഭാഷകരാണ് ചില കാര്യങ്ങൾ ഉന്നയിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും സമൂഹത്തെ നീതിപൂർവകമായ ട്രയലിലാണ് ദിലീപ് കുറ്റവിമുക്തനാക്കിയത്, ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ടത് എന്ന് വിശദീകരിക്കാൻ താങ്കൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പറയാം. ഈ ഒന്നാന്തരം കല്ലുവെച്ച നുണകളെല്ലാം ഇവർ പറഞ്ഞുകൊണ്ട് കുറെ നാളുകളായിരിക്കുക. ഒന്നാമത് ബൈജുകൊട്ടാരക്കര പറയുകയാണ്, അതായത് ദൃശ്യം മെമ്മറി കാർഡിന്റെ ആഷ് വാല്യൂ മാറി. ഈ മെമ്മറി കാർഡ് കൈകാര്യം ചെയ്തുകൊണ്ടത് ആരാണ്? അന്വേഷണ ഉദ്യോഗസ്ഥരും പബ്ലിക് പ്രോസിക്യൂട്ടറും ആണേ, എല്ലാവർക്കും അറിയാവേ. കോടതിയുടെ സേഫ് കസ്റ്റഡിയിൽ ഇരിക്കുമ്പോഴാണ് മാറിയത്. അത് സമ്മതിച്ചല്ലോ കോടതിയുടെ ഞാൻ എന്റെ വാഹനം അല്ല പറയട്ടെ അഭിലാഷേ ചുമ്മാ മനുഷ്യനെ ആടിനെ പട്ടിയാക്കല്. ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്റെ യുക്തി, ഞാൻ യുക്തിയുള്ള ജനങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് അസഹിഷ്ണ മര്യാദയില്ല, നിങ്ങൾക്ക് ഇതുവരെ മടുത്തില്ലേ? ഞാൻ പറഞ്ഞ ഒറ്റ ചോദ്യം, കോടതിയുടെ സേഫ് കസ്റ്റഡിയിൽ ഇരിക്കുമ്പോഴാണ് നിങ്ങൾ, ഞാൻ ചർച്ചയിൽ പോവാ, നിങ്ങൾ പറയട്ടെ. സമ്മതിക്കുന്നല്ലോ നിങ്ങൾക്ക് ദിലീപിന്റെ വിധി മോശമാണ്, അത് ഫേവർ എന്ന് വരുത്താനല്ലേ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല, ചോദ്യത്തിന് ഉത്തരം പറ. ഞാൻ പറയുന്നു ദൃശ്യത്തിന്റെ ആഷ് വാല്യൂ മാറിയിട്ടില്ല. ചേട്ടാ ഇതെന്തുവാണ് ജനങ്ങളെ കളിപ്പിക്കാൻ നിങ്ങള്? ദൃശ്യത്തിന്റെ ആഷ് വാല്യൂ മാറിയിട്ടില്ല, പകരം അതിലുണ്ടായിരുന്ന പല കേസുകളുടെ ആഷ് വാല്യൂ മാറി. ഈ മെമ്മറി കാർഡ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് നിയമപരമായി കോടതിയാണെങ്കിലും ഉപയോഗിച്ചുകൊണ്ടിരുന്നതും ആരാണ്? പോലീസാണ്. രണ്ട്, ദിലീപ് പറയുമ്പോൾ അന്വേഷിക്കുകയും ദിലീപ് അന്വേഷിക്കണമെന്ന് പറയുമ്പോൾ അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്നതാണോ? അല്ലല്ലോ. രണ്ട്, അടുത്തൊരു കാര്യം പറയാണ്, ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലേക്ക് പോയിന്റിലേക്ക് ഞാൻ പലതും മറന്നുപോകും. കാരണം ഒത്തിരി ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തേടി വെളി കാലം ചുറ്റി, അതിൻ്റെ അർത്ഥം എന്താ? അത് ഇതുമായി ബന്ധപ്പെട്ടാണോ? ഇവർ ഓരോ സന്ദർഭത്തിൽ മുറിയും മറ്റവും പേജ് അല്ലെങ്കിൽ സെക്കൻഡുള്ള ഓരോ ശബ്ദം എടുത്തിട്ട് ഇതിൻ്റെ കോൺടെക്സ്റ്റോട്ട് മാറ്റുക. ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ, അഭിഭാഷകർ അത് രണ്ടുപേരുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഈ രണ്ടുപേരോട് ഒറ്റ കാര്യമുള്ളൂ, ഇവർ പറഞ്ഞ തെളിവുകൾ കോടതിയിൽ എടുത്തിട്ടില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർ രജിസ്ട്രാർക്ക് പരാതി കൊടുക്കാത്തത്? എന്തേ കൊടുക്കാത്ത? ഈ ചാനൽ വന്നിട്ട് പാവപ്പെട്ട ജനങ്ങളെ കളിപ്പിച്ച് വർത്താനം പറയാണ്, അവരെ ബ്രെയിൻ വാഷ് ചെയ്യാണ്. അതല്ല സത്യം. ഇനി വേറൊരു കാര്യം ചോദിക്കട്ടെ, ദിലീപ് അറസ്റ്റ് ചെയ്യപ്പെട്ട അന്ന് എന്നാ ഫെബ്രുവരി 10, അന്ന് ദിലീപിന്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നുള്ളൂ. അറസ്റ്റ് ചെയ്യുമെന്ന് അറിയാതെ പോയതല്ലേ? ആ ഫോൺ ഇവർ പരിശോധിച്ചല്ലോ. എന്തേ? രണ്ട്, ബോംബെ കൊണ്ടുപോയ ഫോണ്, അതിൽ നിന്നും ഫോറസ്ട്രിക്ക് ഉത്തരവുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥരും പറഞ്ഞു ബോംബെ കൊണ്ടുപോയ എല്ലാ ഫോണിന്റെയും റിട്രീവ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റിയെന്ന്. ഇവർ ചുമ്മാ പൊതുസമൂഹത്തെ ഇപ്പോഴും പച്ചയ്ക്ക് വിധി വന്നിട്ട് പോലും പൊതുസമൂഹത്തെ ഈ വിധി ഫേവർ അല്ല, ഈ ജസ്റ്റ് അല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി നിങ്ങളിങ്ങനെ കുറേ കാര്യം പറയാതെ ദൈവത്തെ ഓർത്ത് നിങ്ങളൊരു കാര്യം ചെയ്യണം. ഈ തെളിവെല്ലാം കൂടെ നിങ്ങളുടെ ഇരിക്കുന്ന തെളിവെല്ലാം കൂടെ കൊണ്ട് രജിസ്ട്രാർക്ക് നാളെ കൊടുക്കണം. ഇതേ ഇന്ന തെളിവ് ഞങ്ങളുടെ സ്വീകരിച്ചില്ലത്, വേഗമായി കൊടുക്കുന്ന തെളിവുകൾ ആരും സ്വീകരിക്കില്ല സാർ. ഇതെന്താണെന്നറിയോ? ഇതിനകത്ത് അല്ല പറയട്ടെ നിങ്ങൾ പറയുന്നത് മുഴുവൻ കേട്ടാല് ദിലീപ് മൊബൈൽ ഒന്നും കൊടുത്തില്ല, അതിൽ നിന്ന് റിട്രീവ് ചെയ്തിട്ടില്ല. ദിലീപിന്റെ കയ്യിലല്ലല്ലോ ഇതിരിക്കുന്നത്. നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇപ്പോഴും ദിലീപ് നിങ്ങളുടെ കുറ്റവാളിയാക്കാൻ മാക്സിമം അയാളെ നശിപ്പിക്കാവോ? അയാളുടെ 8 വർഷത്തെ ജീവിതം കളഞ്ഞു, അയാളുടെ കരിയർ കളഞ്ഞു, അയാളുടെ കുടുംബത്തെ വഴിയാതെ കോടതി പറഞ്ഞു. നിങ്ങൾ മാധ്യമങ്ങളാണോ? വിധിക്കുന്നത്? നിങ്ങൾ കോടതിയല്ലേ വിധിക്കേണ്ടത്? കുടുംബമായിട്ട് കരിയർ നശിപ്പിച്ചിട്ട് ഇപ്പോഴും വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് മാധ്യമങ്ങളാണോ കേസ് എടുത്തത്? മാധ്യമങ്ങളാണോ ട്രയൽ നടത്തിയത്? മനസാക്ഷി മാധ്യമങ്ങളാണോ കേസ് എടുത്തത്? മാധ്യമങ്ങളാ കേസ് എടുപ്പിച്ചത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതാ ഇതിൽ ഇല്ലെന്ന്. മുഖ്യമന്ത്രി പറഞ്ഞോ മാധ്യമങ്ങളാ കേസ് എടുപ്പിച്ചെന്ന് പറഞ്ഞോ? ചർച്ച നടത്തണം, പരസ്യത്തിന് കാശ് പിടിക്കണം. നിങ്ങളൊക്കെ എന്തൊക്കെ ഇത് സാമാന്യ ബുദ്ധിയുള്ള ജനങ്ങൾക്കെല്ലാം മനസ്സിലായി. ഒന്നാമത്തെ അന്വേഷണത്തിൽ ഒരു തെളിവില്ലാത്തോണ്ട് രണ്ടാമതൊരു ഭാരതകുമാരെ കൊടുത്തത് എന്തായി? ഇത് മുഴുവൻ കുറച്ച് ഇത് കോടതിക്ക് വേണ്ട ക്ലിയർ ക്രിസ്റ്റൽ തെളിവാ സാർ. അത് കൊടുക്കാൻ പറ്റിയോ? ഒരെണ്ണമെങ്കിലും നമ്മളെ ബന്ധം തെളിയിക്കാൻ പറ്റിയോ? എങ്ങാണ്ട് ഫോട്ടോഷോപ്പ് എടുത്ത ഫോട്ടോയോ? എന്തുകൊണ്ട് തെളിയിക്കാൻ പറ്റിയില്ല എന്നുള്ളത് വിധിപ്പകർപ്പ് വരുമ്പോഴാണല്ലോ പൂർണ്ണമായും പറയുക. നമ്മുടെ ഈ ട്രയലിനിടയിൽ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് സൂചിപ്പിച്ചു പോവുകയാണ്. മലയാളിക്ക് എല്ലാം മനസ്സിലായി സാർ. അല്ല, അപ്പൊ ഇനി എല്ലാം കൂടെ മലയാളിയുടെ തലക്കിട്ടോ. ഇവിടെ
ഇവിടെ എത്രയോ പ്രാവശ്യം ചർച്ച ചെയ്താ. ശരി ശരി ഇപ്പൊ പറഞ്ഞതാണ് കറക്റ്റ്. മലയാളികൾക്കെല്ലാം അറിയാവുന്നവർക്ക് മനസ്സിലായിട്ടുണ്ട് സജി നന്ദിയാട്ട്. ശരി 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 മനസ്സിലായിട്ടുണ്ട്. മലയാളിക്കെല്ലാം എന്തായാലും വിധി പകർപ്പ് വരട്ടെ. അപ്പൊ നമുക്ക് ഓരോ വിഷയങ്ങളിലും ജനങ്ങൾ മുഴുവൻ പറഞ്ഞു തുടങ്ങി എന്താന്ന് ഓരോ വിഷയവും എങ്ങനെ എങ്ങനെ എന്നുള്ളത് എന്തായാലും വിധി പകർപ്പ് വരട്ടെ. ഇവിടെ കുറച്ച് മാധ്യമ വിചാരണ അല്ല, മാധ്യമ വിചാരണ അവിടെ നിൽക്കട്ടെ. കോടതിയിൽ നടന്ന വിചാരണ ഫെയർ ആണോ അല്ലയോ എന്നുള്ള സംശയമാണല്ലോ അതിജീവിതയുടെ ഒപ്പം നിൽക്കുന്ന ആളുകൾ പ്രകടിപ്പിക്കുന്നത്. മാധ്യമ വിചാരണയെ വിമർശിച്ചൊക്കെ നമുക്ക് എത്ര ചർച്ച വേണമെങ്കിലും നടത്താം, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. മാധ്യമ വിചാരണ കൊണ്ട് ഇപ്പൊ ആരെയും തൂക്കിക്കൊല്ലാനോ ജയിലിലടക്കാനോ ഒന്നും പറ്റില്ലല്ലോ. നീതി ലഭിക്കത്തുള്ളോ? നിങ്ങൾ എന്താ പറഞ്ഞു വെക്കുന്നത്? നിങ്ങളെ കള്ളക്കേസ് ഉണ്ടാക്കിയിട്ട് ദിലീപിനെ ശിക്ഷിച്ചിട്ട് മാത്രമേ അതിജീവിതയ്ക്ക് നീതി ലഭിക്കുന്ന എപ്പോഴാ? യഥാർത്ഥ പ്രതിയെ ശിക്ഷിക്കുമ്പോഴാ. യഥാർത്ഥ പ്രതിയെ ശിക്ഷിച്ചോ? നാണമുണ്ടോ നിങ്ങൾക്ക്? നാണം അല്ല യഥാർത്ഥ പ്രതിയെ ശിക്ഷിച്ചോ? ആരാ യഥാർത്ഥ പ്രതി? CBI വരാൻ സമ്മതിക്കാതെ സമ്മതിക്കാതെ അല്ല, ഈ കേസ് ആദ്യം പുറത്തു കിടന്ന് കറങ്ങുന്ന പലരും കറങ്ങിയാനെ. ഇതൊന്നും മുകളിലെ ജുഡീഷ്യറിയിലേക്ക് എത്തട്ടെ സാർ. ഇത് അന്തിമ വിധിയല്ലല്ലോ. ഇനി അടുത്ത കോടതിയിലേക്ക്, ഹൈക്കോടതിയിലേക്കും സുപ്രീം കോടതിയിലേക്കും ഒക്കെ എത്തട്ടെ. ആഹ്ലാദിക്കാം, അർമാദിക്കാം. അതിനിപ്പോ ഈ രാത്രിയിൽ കുഴപ്പമൊന്നും, ഞാനതിന് കുറ്റമൊന്നും പറയില്ല. പക്ഷേ ഒരല്പം സംയമനം നല്ലതാണ്. അയ്യോ, ഇനി ഹൈക്കോടതി മോശമാണെന്ന് പറയും. അല്ല, എന്തായാലും നമുക്ക് 3 തലങ്ങളിലുള്ള ജുഡീഷ്യൽ സിസ്റ്റം ഉണ്ടല്ലോ. ഇപ്പൊ ഏതായാലും ഒരു വിധിയെ പൂർണ്ണമായും തമസ്കരിക്കാനോ തള്ളിക്കളയാനൊന്നും നമുക്കൊരു മാധ്യമ ചർച്ചയിൽ പറ്റില്ല. അത് നിങ്ങളുടെ ഭാഗം മാത്രം എടുക്കുക. അപ്പൊ അത് വരാനുള്ള ഒരു സാവകാശം കൊടുക്കുക. ഈ രാത്രിയിൽ ആഹ്ലാദിക്കുന്നതിന് കുറ്റമൊന്നും ഞാൻ പറയില്ല. പക്ഷേ സാവകാശം ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ അയാൾ സിനിമാ നടനായി പോയി, അതിന് കാശുണ്ടായി. അപ്പൊ സിനിമ നടിയായി പോയ പെൺകുട്ടിയോ നശിപ്പിക്കാൻ, അയാളോട് ഗ്രഡ്ജ് തീർക്കാൻ, സിനിമ നടിയായി പോയ പെൺകുട്ടിയോ അവർ നേരിട്ട ഇപ്പോഴും നേരിടുന്ന ട്രോമയോ അതെന്താ സജി നന്ദിയാട്ട് വിഷയമല്ലാത്തത്? ഒരു മനുഷ്യന്റെ കരിയർ നശിപ്പിച്ചിട്ട് എന്നിട്ട് കരിയറല്ല, ഒരു പെൺകുട്ടിയുടെ ജീവിതം അപ്പാടെ അവർക്ക് ഇനി ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആഘാതം, അവരുടെ ട്രോമ, അത് ചെറിയ കാര്യമാണോ? എന്റെ പൊന്ന് സജി നന്ദിയാട്ടെ, സഹപ്രവർത്തകരെ റേപ്പ് ചെയ്യാൻ കൊട്ടേഷൻ കൊടുക്കുന്ന ആളുകളുടെ ജീവിതത്തിന്റെ മഹിമയോർത്ത് അല്ലെങ്കിൽ അതിന്റെ തകർച്ചയോർത്തുള്ള മനസ്താപമൊന്നും എന്തായാലും എനിക്കില്ല. താങ്കൾക്കുണ്ടെങ്കിൽ അത് താങ്കൾ വെച്ചോ. ഒരു പെൺകുട്ടി, അവരുടെ ജീവിതം, അവരുടെ കരിയറല്ല, അവരുടെ ജീവിതമാണ്. അവരുടെ ജീവനുള്ള കാലത്തോളം അവർക്ക് ആ ട്രോമ ഉണ്ടാവും. അതിനെ അങ്ങ് നിസാരവൽക്കരിക്കല്ലേ? നിങ്ങൾ പൊതുസമൂഹത്തെ കബളിപ്പിച്ചു. പാവാട നിങ്ങളാണ് പറഞ്ഞത്. പേട്ടൻ പാവാട എന്ന് പറഞ്ഞത് ആരാ? നിങ്ങൾ മാപ്പ് പറ പൊതുസമൂഹത്തോട്. 8 കൊല്ലമായിട്ട് പേട്ടൻ പാവാട എന്ന് പറയുന്നത് ഞാനല്ല, നിങ്ങളാണ് സജി നന്ദിയാട്ട്. ആ പാവാട സജി നന്ദിയാട്ടെ, ആ പാവാട കഴിഞ്ഞ 8 കൊല്ലമായിട്ട് നന്നായിട്ട് അലക്കി വെളുപ്പിക്കായിരുന്നല്ലോ. ഇപ്പൊ കഴിഞ്ഞല്ലോ, അതുകൊണ്ട് അത് മടക്കി അലമാരി വെച്ചേരെ. പേട്ടൻ പാവാട എന്ന് പറഞ്ഞത് ഞാനല്ല, നിങ്ങളാണ്. ഒരു തവണയല്ല, കഴിഞ്ഞ 8 കൊല്ലമായിട്ട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുണ്ടല്ലോ, ആടിനെ പട്ടിയാക്കും, പട്ടിയെ അതൊക്കെ കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലായിക്കോളും. എന്തായാലും 8 കൊല്ലത്തെ പാവാട കഴിഞ്ഞല്ലോ. ആഴ്ചയുടെ നീണ്ട കഥയായിരുന്നല്ലോ. നിങ്ങൾ ആകാശദൂതനെ വെല്ലുന്ന വൈകാരിക കഥകളുമായിട്ട് വന്നിട്ട് എന്തായി? കോടതിക്ക് വേണ്ട തെളിവ് കൊടുക്കാൻ പറ്റും? അതാദ്യം ചോദിക്കുക. അല്ല, കോടതിക്കും ജുഡീഷ്യറിയും ഒക്കെ ധാരാളം പരിമിതി ഉണ്ട് സാർ. അതുകൊണ്ട് ഇതുകൊണ്ടെല്ലാം അവസാനിച്ചു എന്നൊന്നും കരുതണ്ട. ഇനിയുണ്ടല്ലോ കോടതി, ഇനിയുണ്ടെന്ന കോടതികൾ ഇന്നുകൊണ്ട് അവസാനിച്ചിട്ടൊന്നുമില്ലല്ലോ. ഇനിയുണ്ട് കോടതി, ഇനിയുണ്ടല്ലോ കോടതി. അതുകൊണ്ട് ഒരു പൊടിക്ക് അടങ്ങ് സജി നന്ദിയാട്ടെ. ഞാൻ പ്രാർത്ഥിക്കുക. ട്രയൽ കോടതി വിധി വന്നല്ലേ ഉള്ളൂ. ഒരു പൊടിക്ക് അടങ്ങുന്നത് നല്ലതാ. കുറച്ചൊരു പൊടിക്ക് അടങ്ങ്. നിങ്ങളെ ചർച്ചയില് ദിലീപിനെ വെറുതെ വിട്ടത് ശരിയായില്ലെന്ന് സ്ഥാപിക്കാൻ കുറെ ആൾക്കാരെ ആര് സ്ഥാപിച്ചു? അവരവരുടെ അഭിപ്രായങ്ങൾ, അതും ലീഗൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് പറയുന്നത്. ലീഗൽ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഒരു ജഡ്ജ്മെന്റ് ചർച്ച ചെയ്യപ്പെടുന്നതിൽ യാതൊരു അപാകമില്ല. ആരെങ്കിലും ആ ജഡ്ജ്മെന്റിൽ എന്തെങ്കിലും ദുരുദ്ദേശം ആരോപിച്ചോ? ഇല്ലല്ലോ. ഇതുവരെ ഈ ചർച്ചയിൽ ഒരാളും ആ ജഡ്ജ്മെന്റിൽ ഒരു ദുരുദ്ദേശവും ആരോപിക്കാത്തിടത്തോളം കാലം ആ ചർച്ച ഫെയർ ആണ്. അതിൽ കുഴപ്പമൊന്നുമില്ല. ഒരു ജഡ്ജ്മെന്റ് വന്നാൽ ആ ജഡ്ജ്മെന്റ് ചർച്ച ചെയ്യപ്പെടാതിരിക്കുക എന്നൊന്നും നിയമമില്ല. അതുകൊണ്ട് അങ്ങനെ ഒന്നും പേടിക്കണ്ട. ആരും ജഡ്ജിയിലോ ജഡ്ജ്മെന്റിലോ ഒരു ദുരുദ്ദേശവും ഇതുവരെ ആരോപിച്ചിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ഒന്നും ചർച്ച കൊണ്ടുപോകണ്ട. വെർഡിക്റ്റ് വരട്ടെ, എന്നിട്ട് ചർച്ച ചെയ്യണം പ്ലീസ്. വെർഡിക്റ്റ് വരട്ടെ. വെർഡിക്റ്റിന്റെ താങ്കളുടെ കയ്യിലുണ്ടല്ലോ. വരട്ടെ, എന്നെ വിളിക്കണം കേട്ടോ പ്ലീസ്. വിളിക്കും. പിന്നെ ആരെ? താങ്കളെ വിളിച്ചില്ലെങ്കിൽ പിന്നെ ആരെ വിളിക്കും? ഒരു സ്വാതന്ത്ര്യ സമര പോരാളി ജയിലിലല്ലേ ശ്രീ സജി നന്ദിയാട്ട്. ബാക്കി പുരുഷന്മാർക്ക് വേണ്ടി യുദ്ധം നയിക്കാനുള്ള മേജർ ജനറൽ താങ്കളല്ലേ? താങ്കളെ വിളിക്കാതെ എങ്ങനെ ഞാൻ ഈ ചർച്ച നടത്തും?
അല്ലെങ്കിൽ മറ്റേ പോരാളിക്ക് ബെയിൽ കിട്ടണം. അത് ഞാനല്ല, കിട്ടുമോ ഞാൻ നോക്കാം. പുരുഷന്മാരും സ്ത്രീകളും അടങ്ങുന്ന സമൂഹത്തിൽ ജീവിക്കുന്ന ആളാ. ആയിക്കോട്ടെ ശരി. എന്റെ ഞാൻ മേലെപ്പറമ്പിൽ ആൺ വീട്ടിൽ നിന്ന് വന്നതല്ല. ശരി, ആയിക്കോട്ടെ. നമ്മളത് പറഞ്ഞു കഴിഞ്ഞല്ലോ. മേലെപ്പറമ്പിൽ ആൺ വീട്ടിൽ നിന്ന് വന്നതല്ല. എന്റെ വീട്ടിലും പെണ്ണുങ്ങളുണ്ട്. ശരി, ആയിക്കോട്ടെ. നമ്മളത് പറഞ്ഞു കഴിഞ്ഞല്ലോ.